ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രോൺസ് റോസ്റ്റ് കൊഞ്ച് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. മൈ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് പ്രോൺസ് റോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടി 250 ഗ്രാം കൊഞ്ചെടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കി അതിൻ്റെ മുകളിലത്തെ ആ ഒരു അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് നീറ്റാക്കി വെച്ചേക്കുന്ന കൊഞ്ചാണത്. അതിന് വേണ്ടിയിട്ട് പ്രോൺസ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, 2 പച്ചമുളക്, നല്ല പഴുത്ത 2 തക്കാളി, പിന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ 2ആയിട്ട് മുറിച്ച വറ്റൽമുളക് ഒരു 2 എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കരിവേപ്പിലയും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം 2 കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക. അതിലേക്ക് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടെ ഇട്ടിട്ട് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം അത് മൂത്ത് വന്നതിന് ശേഷമേ നമ്മൾ സവാളയും ഉള്ളിയൊക്കെ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് പച്ചമണം അങ്ങ് മാറിയപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പം ഇത് രണ്ടും കൂടെ ഒരു സവാള ഒരെണ്ണവും കുഞ്ഞുള്ളി ഒരു 20 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ ഉള്ളി. അപ്പം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വഴണ്ടി കിട്ടും. അപ്പോൾ ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അത് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ അങ്ങോട്ട് ഇടുക. ആ തക്കാളി കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് അതൊന്ന് വെന്ത് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. നല്ലതായിട്ടങ്ങ് വെന്ത് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന എല്ലാ പൊടി ഐറ്റംസും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഒരു 1/4 ടീസ്പൂൺ നമ്മളെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കറി മസാലപ്പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച കറി മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒരു കപ്പും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് ആ മസാലയും ആ ഗ്രേവിയും എല്ലാം നന്നായിട്ട് വെന്ത് വറ്റി ഒന്ന് വരണം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കണം. അപ്പോൾ കൊഞ്ച് നമ്മൾ അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. കാരണം ഈ അരപ്പും മസാലയും എല്ലാം അതിലേക്ക് പിടിച്ച് ഇറങ്ങാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ പിന്നെ അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ ഇച്ചിരി ചിലപ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ അടപ്പ് തുറന്നതാ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. വെള്ളം ഇറങ്ങി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം വേവിക്കണം. വേവിക്കുമ്പോഴത്തേക്ക് ഇത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാക്കൊത്തിടുവാണ്. ഇതിനകത്ത് തേങ്ങാക്കൊത്തിട്ടാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ സാധാരണ ലാസ്റ്റാണ് ഇടുന്നത്. ആദ്യം മൂപ്പിച്ചൊന്നും ഇടണ്ട, ഇപ്പോൾ ഇട്ടാൽ മതി, അതിന് കിടിലൻ ടേസ്റ്റ് കിട്ടും. പിന്നെ വാങ്ങാൻ നേരം നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിനകത്ത് തൂവി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചേക്കാം. എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരണ്ടേ. കറിവേപ്പിലയുടെ മണമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഒന്നും കൂടി ഇട്ട് ലാസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ സെറ്റ് സൂപ്പർ അടിപൊളി ഐറ്റം നമ്മളെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോൺസ് റോസ്റ്റിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി വെച്ചു ഗൈസ്. നോക്കൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റാണിത്. ചൂടോടെ നമ്മൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.